ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിലെ കിണവൂർ വാർഡിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ മണികണ്ഠൻ സാറാണ്. അദ്ദേഹത്തിനോട് നമുക്ക് വിശേഷങ്ങളും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സാർ, മാറാത്തത് മാറും എന്ന മുദ്രാവാക്യമാണ് സാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം എല്ലാവർക്കും. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ വാർഡ് ഇപ്പം പ്രചരണാർത്ഥം സഞ്ചരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റോഡുകൾ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. അല്ല, വലിയ ഇപ്പം അത് ഈ ഇലക്ഷനോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു. കുറച്ച് സ്ഥലങ്ങൾ മാത്രമുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് അറിയുന്നത്, ഇന്നലെയാണ് ടാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള ഒരു വഴി മാത്രമാണ്. ഇതുപോലെ നിരവധി ഈ ഇടവഴികളെല്ലാം റോഡ് പൊളിഞ്ഞു കിടപ്പുണ്ട്, പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. പല കുടുംബക്കാരും നമ്മൾ ചെല്ലുമ്പോൾ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ കാറിൻ്റെ ടയറുകൾ 6 മാസം കൂടുമ്പോഴത്തേക്കും നമുക്ക് റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അത് കാരണം നമ്മൾ വണ്ടി എടുക്കാറില്ല, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരം കറങ്ങിയാണ് പോകുന്നത്. അങ്ങനെ നിരവധി പരാതികൾ റോഡുമായി സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമല്ല, പോസ്റ്റ് വരെ വീഴുന്ന അവസ്ഥയിലോട്ട് മറിഞ്ഞു നിൽക്കുന്നത്. നമ്മളതിൻ്റെ ഫുൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പല ആൾക്കാരും പറയും, കാരണം ഈ ഇത്രയും വർഷമായിട്ട് 5 വർഷം കഴിഞ്ഞ 5 വർഷം LDF ഭരിച്ചു. അതിന് മുന്നത്തെ വർഷങ്ങളോളം ഇവിടെ പഞ്ചായത്തിൽ നിന്നും വാർഡായ, അതായത് കോർപ്പറേഷൻ വാർഡായ സമയം മുതൽ കോൺഗ്രസ് ആയിരുന്നു. അതിനു മുമ്പ് ഇവർ LDF, കഴിഞ്ഞ പ്രാവശ്യം LDF ആയിരുന്നു. പക്ഷേ ഇത്രയും ഈ രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ടും ഒരു വളരെ യാഥാർത്ഥ്യമാണ്, യാതൊരു വികസനവും ഇവിടെ നടന്നിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ ഇവിടെ സഞ്ചരിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു രീതിയിലുള്ള വികസനം നടന്നിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും പലയിടത്തും ഇരുട്ടാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറയും പോലെ തെരുവുനായികൾ അത് ഉള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരെ ഇങ്ങനെ കുറ്റം പറയാൻ താല്പര്യമില്ല. അത് ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പം നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നുള്ളത്, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല. നമ്മളവരെ കുറ്റം പറയാതെ അവരെന്താണോ ചെയ്യാതെ വെച്ചിട്ടുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എനിക്ക് തീർച്ചയായിട്ടും എന്നെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വാർഡിൽ നിന്നും ഒരു കൗൺസിലറായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും തന്നെ അടുത്ത പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ അവിടെ ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഉണ്ടാക്കും, ഉറപ്പാണ്. മാത്രമല്ല, കിണവൂർ എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റും. അത് 100% ഉറപ്പാണ്. അത് ഈ മോദിജിയും നമ്മുടെ ചന്ദ്രശേഖരജിയും പറയുന്ന മാറാത്തത് മാറും, അത് ഉറപ്പ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്, അല്ലേ? അപ്പം ഇവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് സാറിന് കിട്ടുന്നത്? അവരുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും ക്രിസ്ത്യാനി എന്നുള്ളത്, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ളതല്ല. അവർ പറയുന്നത് പറഞ്ഞാൽ വികസനമാണ് അവർക്ക് പ്രശ്നം. പിന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ, LDF സർക്കാരിൻ്റെ ചില നയങ്ങൾ, ചില സമീപനങ്ങൾ. കാരണം ഈ മെയിനായിട്ടും അവർ പറയുന്നത് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാം ഒരു വിധം സമ്പന്നനായിട്ടുള്ള ആൾക്കാർ, ഒരുവിധം നല്ല വീടുകളാണ്. അപ്പോൾ ഈ വീടുകളുടെ ടാക്സ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ 100, 200, 300 രൂപയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 8,000 രൂപയോളം ഒക്കെ ടാക്സ് വരുന്നുണ്ട് വലിയ വീടുകൾക്ക്. അപ്പോൾ നമുക്ക് ചെറിയ വീടുകൾക്ക് അത് ബാധകമായി വരുന്നില്ല. പക്ഷേ വലിയവർക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇനിയും ഇങ്ങനെ അവരെ കയറൂരി വിട്ടാൽ, അടുത്തൊരു പ്രാവശ്യം കൂടെ അവർക്ക് ചാൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കിടന്നിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം, ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട്. മെയിനായിട്ടും അവർ പറയുന്ന ഇതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്ന് മാറ്റി പരീക്ഷിക്കണമെന്നാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം, താല്പര്യം. അവരത് പൂർണ്ണമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് കാരണം എന്ന് പറഞ്ഞാൽ അവർ മനസ്സായിട്ട് പറയുന്നതാണ്, നമുക്ക് മടുത്തു, ഇവരുടെ ഭരണം മടുത്തു, എന്നെ മാറി വരണം. കാരണം മാറി നോക്കി, ഇത് മുമ്പ് നമ്മളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മാറി വന്നു നിങ്ങൾ നമ്മളെ പരീക്ഷിക്കണം. നേരെ തിരിച്ചു പറയാണ്, മാറി വന്നു നിങ്ങൾ നമ്മൾ പരീക്ഷിക്കാൻ പോകണം എന്നുള്ള അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലോട്ട് ജനമെത്തി എന്നുള്ളതാണ് സത്യം. ഈ കിണവൂർ വാർഡിൽ പ്രധാനമായിട്ട് കേരളത്തിൽ നായശല്യം കൂടുതലാണ്, അല്ലെ? ഈ വാർഡിൽ നായശല്യം കൂടുതലായി കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെതിരെ സാറിന് എന്താണ് പ്രവർത്തിക്കുന്നത്? അല്ല, നായശല്യം പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ NDA തന്നെ ഒരു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം NDA വന്നു കഴിയുമ്പോഴത്തേക്കും, ഈ കോർപ്പറേഷനിൽ ഭരണം കിട്ടി കഴിയുമ്പോഴത്തേക്കും തെരുവ് നായ്ക്കെതിരെ അതിനെതിരായിട്ട് ശക്തമായ ഒരു നടപടി ഉണ്ടാവും. അപ്പോൾ അതെന്താണോ അതിനനുസരിച്ച് തന്നെ നമ്മളും ഉണ്ടാവും, നമ്മളും അതിൻ്റെ കൂടെ നിൽക്കും. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു നായെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ചെവി കട്ട് ചെയ്തിട്ട് അതിനെ വന്ധീകരിച്ചു എന്ന് പറയുന്നത്, അതൊന്നും എത്രത്തോളം യാഥാർത്ഥ്യം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ പ്രശ്നം വരില്ല, എത്രത്തോളം തെരുവ് നായ്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാകും. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ തെരുവ് നായ എന്ന് പറയുന്നത്. അതിനേക്കാളേറെ വലിയ കാര്യങ്ങളുണ്ട് ഈ വാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും ചെറിയ വഴികൾ എല്ലാം, അതായത് സന്ധ്യകൾ നടന്നു പോകാൻ പറ്റില്ല. മുഴുവനും
ഈ കാട് പിടിച്ച് കിടക്കണം. അപ്പോൾ അത് അവർ ചിലപ്പം 1-2 വീട്ടിൽ പോകാനുള്ള വഴിയായിരിക്കും, ചിലപ്പം ഈ ഭരിച്ച പാർട്ടിക്കാരുടെ ആൾക്കാരായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില അവഗണനകൾ ഈ വാർഡിലുണ്ട്. അങ്ങനെ ഒന്നും നോക്കാതെ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനിച്ചു കഴിയുമ്പോൾ പൊതുവായിട്ടും ആ സമൂഹത്തിനുള്ളതാണ്, ആ നാടിനുള്ളതാണ്, ആ നാടിന് വേണ്ടി ചെയ്യണം. ഞാൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് കിണവൂർ വാർഡില് NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ മണികണ്ഠന്റെ മകളാണ്. മകളോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. മോളെ, അച്ഛൻ ജയിക്കുവോ? ജയിക്കണം എന്നാണ് ആഗ്രഹവും, ജയിക്കും എന്നാണ് വിശ്വാസവും. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. എല്ലാരും അതായത് ജനങ്ങളെല്ലാം എന്താ പറയുന്നത്? സപ്പോർട്ടൊക്കെ എങ്ങനെയാ? മാറ്റം വേണം എന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാരും കൂടെ നിൽക്കണം, സഹായിക്കണം. എന്താ അഭിപ്രായം എന്താ? മാറ്റം വരും. പെട്ടെന്നുള്ളൊരു മാറ്റമല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ഒരു നല്ല മാറ്റം നമുക്ക് ഇവിടെ കിണവൂരിൽ പ്രതീക്ഷിക്കാം. NDA സ്ഥാനാർത്ഥി എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് അപേക്ഷ. കിണവൂരിലെ സ്ഥാനാർത്ഥി മണികണ്ഠൻ NDAയുടെയും ശിവസേനയുടെയും സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയാണ്. ഇവിടെ ഉള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും അദ്ദേഹത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു, NDAയുടെ ഭാഗമായി ഞങ്ങൾ ഇവിടെ ഉള്ള ഓരോ വ്യക്തിയേക്കും ഞങ്ങളുടെ ഈ അടുത്ത 5 കൊല്ലം ഞങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും. കുറച്ച് സുഹൃത്തുഫലമേ എനിക്കുള്ളൂ. അപ്പോൾ അതിൽ ഇപ്പം എന്താവശ്യത്തിനും മണികണ്ഠൻ ശാസ്ത്രമംഗലത്തുണ്ടായിരുന്ന സമയത്ത് ഇപ്പം എന്താവശ്യത്തിനായിരുന്നാലും ഏത് പാതിരാത്രി വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തും. അത് BJP NDA മുന്നണിയായ ശിവസേനയുടെ കാൻഡിഡേറ്റാണ് നമ്മുടെ സാരഥി മണികണ്ഠൻ. അമ്പും മില്ലുമാണ് നമ്മുടെ ചിഹ്നം. മണികണ്ഠനെ ജയിപ്പിച്ചാൽ ഈ കിണവൂർ വാർഡ്, കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ കിണവൂർ വാർഡ് തീർച്ചയായും മനസ്സമാധാനത്തിൽ ജീവിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാവും.